أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ട ദിക്റുകളിൽ പ്രധാനമായ ഒരു ദിക്റാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ദിക്ർ നമ്മൾ തുടരെ അങ്ങ് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയെപ്പറ്റി ആർക്ക് തന്നെയും നിശ്ചയിക്കുവാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട പ്രധാനമായ ഒരു ദിക്റിൻ്റെ പേരിൽ അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ മക്കൾ എല്ലാം നല്ല രീതിയിൽ നമ്മളെ മക്കൾ വരും. അതാണല്ലോ ഏറ്റവും വലിയ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന മക്കൾ നല്ല രീതിയിൽ വരിക, നല്ല രീതിയിൽ അവർ പഠിക്കുക, നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോവുക. ഇതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ പ്രധാനമായ ലക്ഷ്യത്തിൽപ്പെട്ട ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമാണ്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും സാമ്പത്തികവും ഇല്ല എങ്കിൽ ജീവിതം ആകെ തകരാറിലേക്ക് എത്തിപ്പോകും. അപ്പോൾ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ഈ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല സമ്പത്തായിരിക്കണം. ആ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ബർക്കത്തിനെ ചൊരിച്ചു തരണം. ആ ബർക്കത്ത് ഈ സമ്പത്തിൽ ചൊരിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്ത് വളരെ സമൃദ്ധമായ സാമർഥ്യമുള്ള ഒരു സമ്പത്തായിട്ട് അതങ്ങ് മാറുകയാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇതിലെ റഹ്മത്തിനെ കൂടി ഇറക്കി തരും. ആ റഹ്മത്തും ആ ബർക്കത്തും കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ ഏതൊരു വ്യക്തിക്കാണോ കിട്ടുന്നത് ആ വ്യക്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒന്നാണ്. മഹത്വം ജ്വലിക്കുന്ന ഒരു മഹാനായിട്ട് മാറുകയാണ്. എല്ലാവിധ ഗുണവും ഈ മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം ഭയപ്പാടുകളില്ല, വിഷമങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, വീട്ടിൽ പ്രയാസങ്ങളൊന്നുമില്ല. അള്ളാഹുവിന് വഴിപ്പെടുന്നു, അവരവരുടെ ജോലികൾ അവരവർ ചെയ്യുന്നു, അള്ളാഹുവിന് വഴിപ്പെടുന്നു. അതിനുശേഷം പോയി അവരവരുടെ ജോലികളെല്ലാം ചെയ്യുന്നു, അവരുടെ കുടുംബക്കാര്യങ്ങൾ എങ്ങനെ നോക്കുന്നു, അവരുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ നയിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ കാരുണ്യം, അവിടെ നിന്നുള്ളതായ ഒരു കൽപ്പന നമുക്ക് ഇല്ല എങ്കിൽ ഇതൊന്നും അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതായ ഈ ദിക്റുണ്ടല്ലോ, അള്ളാഹുവിനെ ഇസ്മിൽപ്പെട്ട ഒരു ദിക്ർ, പ്രധാനമായ ഒരു ദിക്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ദിക്ർ അങ്ങ് തുടരെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ വിധ ഗുണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും തരുന്നതാണ്, നമ്മുടെ മക്കൾക്കും തരുന്നതാണ്. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും എല്ലാം അല്ലാഹു ബർക്കത്ത് ഇറക്കി തരുന്നതാണ്, റഹ്മത്ത് അല്ലാഹു ഇറക്കി തരുന്നതാണ്. അത് മുഖാന്തരമായിട്ട് നമ്മുടെ കുടുംബം ഐശ്വര്യവും ഗുണവുമേറിയ ഒന്നായിട്ട് എങ്ങനെ മാറുന്നു. അള്ളാഹുവിന് ഇബാദത്ത് എങ്ങനെ ചെയ്യണം, ആ ഇബാദത്തുകളെല്ലാം കറക്റ്റായിട്ട് ഒക്കാവുന്നത് അധികം വെച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്തും ചെയ്തിട്ട് ഈ അവനവൻ്റെ തൊഴിലുകളും അവൻ ചെയ്തിട്ട് അവൻ്റെ കുടുംബത്തിനെ സൂക്ഷിച്ചുകൊണ്ട് അവനങ്ങ് മുമ്പോട്ട് പോകണമെങ്കിൽ പോകുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്ർ ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അദ്ദേഹത്തിന് തഴിയുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ മേന്മ ഗുണങ്ങളെല്ലാം ഈ മനുഷ്യരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെല്ലുന്ന മനുഷ്യരിലേക്ക് അല്ലാഹു തആല ഇറക്കി തരുന്നതാണ്. അതാണല്ലോ നമുക്ക് ആവശ്യം. നമ്മുടെ മക്കൾ നന്നാവുന്നതാണല്ലോ ഏറ്റവും വലിയ ആവശ്യം. നമ്മുടെ സമ്പത്ത് നല്ല രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാകുകയും ആ സമ്പത്ത് ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലുത്. ഈ വിധ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും കിട്ടുന്നതിനും വേണ്ടി ഈ ദിക്ർ നിങ്ങൾ ചെല്ലുക. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമുള്ള ദിക്റല്ല, എത്ര വേണമെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാം. ഈ ദിക്ർ ഞാൻ ഇവിടെ ചെല്ലാൻ പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ദിക്ർ എന്ന് പറയുന്നത് യാ ഗഫൂർ യാ അല്ലാഹ്
ളുഹൂർ എന്ന് പറയുമ്പോൾ ലൊയിന് എന്ന് പറയുന്ന അക്ഷരമാണ് അവിടെ വരുന്നത്. അത് വ്യക്തമായിട്ട് തന്നെ ചെല്ലണം. യാ ഗഫൂറു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്. ഇതങ്ങ് ചെല്ലുന്ന സമയത്ത് കുറഞ്ഞത് നിങ്ങൾ ചെല്ലേണ്ടത് ഒരു 101 പ്രാവശ്യം ഇപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് തന്നെ അങ്ങ് ചെല്ലണം. പിന്നീട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ദിക്ർ എങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഈ ദിക്ർ ഏറ്റവും മഹാത്മ്യമുള്ള ഒരു ദിക്റായതിൻ്റെ പേരിൽ ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. വളരെ സന്തോഷകരമായിട്ട് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹൃദയശുദ്ധിയോടുകൂടി ഇരുന്നു കൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും അതിൻ്റെതായ പ്രതിഫലങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെല്ലുന്നതായ നമുക്ക് തരുന്നതുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ ദിക്റൊക്കെ ചെല്ലണം, അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട. നല്ല രീതിയിൽ കൂടി ഇരുന്നുകൊണ്ട് ഈ ദിക്റൊക്കെ ചെല്ലുക. ആദ്യത്തെ തവണ 101 പ്രാവശ്യം നിങ്ങളിത് ചെല്ലണം. പിന്നീട് എത്ര വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കണം. അതിന് വലിയ പാടുന്നുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ ദിക്ർ ചെല്ലണം, നല്ല കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. തൽക്കാലം ഞാൻ ഇപ്പം ഇത്രയേ പറയുന്നുള്ളൂ. ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.